ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബാവലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബാവലി കേരളത്തിൻ്റെ അവസാനത്തെ ഗ്രാമമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയായിരിക്കും. ബാവലിയിലെ ചെക്ക് പോസ്റ്റും ചെറിയ അങ്ങാടിയുമൊക്കെയാണിത്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അന്തർ സംസ്ഥാന ബസ്സുകൾ, ഒരു ചെറിയ ഒരു അങ്ങാടി. ഈ പാലം കാണുന്ന പാലം കടന്നു കഴിഞ്ഞാൽ കർണാടകയാണ്. ഇത് ഫോറസ്റ്റിൻ്റെ ഓഫീസ്. ഇന്ന് ആളുകളൊക്കെ കുറവുണ്ട് ഇവിടെ. ഈ പാലത്തിൻ്റെ അക്കരെ കർണാടക, ഇക്കരെ കേരളവും. ചെറിയ പാലാണ് ഇത്. തിരുനെല്ലിയാബാദ് എന്ന് വരുന്ന പാപനാശിനിയാണ് ബാവലിപ്പുഴ. ബാവലിപ്പുഴ എന്നാണ് ഇതിനെ പറയുക. ഈ പുഴയുടെ അക്കരെ സൈഡ് കർണാടകം, ഇക്കരെ സൈഡ് കേരളം. ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ബാവലിപ്പുഴ അങ്ങോട്ട് പോകുന്നു. ചെക്ക് പോസ്റ്റിൽ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട്. ആളുകൾ മീൻ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് നടന്ന ആളുകൾ ചെക്ക് പോസ്റ്റ് കിടന്ന് കേരളത്തിലേക്ക് വരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കബനിയിലേക്ക്. ഈ ബാവലിപ്പുഴ ചേരുന്നതാണ് സീൻ. കബനി കണ്ട വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. വെള്ളം അത്രയ്ക്കില്ല. അതിലേക്ക് ബാവലിപ്പുഴ വന്ന് ചേരുകയാണ്. പാപനാശിനി എന്നും പറയാം. ഇന്ന് അധികം വെള്ളം അത്രയ്ക്ക് കയറിയിട്ടില്ല. ഇതിലും വെള്ളം പറ്റാറുണ്ട്. പാറക്കല്ലുകൾ മാത്രമാകുന്ന സമയമുണ്ട്. പ്രത്യേകിച്ച് കബനിയിൽ, ബാവലിപ്പുഴയിൽ വെള്ളം വളരെ കുറയാവുന്ന സമയമുണ്ട്. ഇത് കുറച്ച് മുമ്പെടുത്തതായതുകൊണ്ട് കുറച്ച് കാലം മുൻപ് എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. ഈ കബനിയിൽ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ഇത് ബാവലിയാണ്. കബനിയിലേക്ക് ശരിക്ക് ചേരുന്നതാണ്. കബനി ഇതൊന്നുമല്ല. ആ തിട്ടയുടെ ആ മരങ്ങൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ അപ്പുറത്തൂടെ ഒഴുകുന്നുണ്ട് കബനി. ഭയങ്കര വിശാലമായിട്ടാണ് കബനി ഒഴുകുന്നത്. ഇത് കബനിയുടെ കാഴ്ചകളാണ്. നല്ല വെള്ളം വരാറുണ്ട് ഇവിടെ. കണ്ടാൽ നമുക്ക് ശരിക്കും ഭയം തോന്നുന്ന രീതിയിൽ വെള്ളം വരാറുണ്ട് ഇവിടെ. ഇത് അവിടുത്തെ ഗ്രാമമാണ്. ഈ ബാവലിയിലെ ഗ്രാമമാണ്. അതിലൂടെ വെള്ളം ഒരു സൈഡിൽ കൂടെ. അതിനപ്പുറത്ത് ബാവലിയുണ്ട്, കബനി. കുറച്ച് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നു. ഇത് പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ചേകാടി എന്ന് പറയുന്ന സ്ഥലം. കൃഷി സ്ഥലങ്ങളൊക്കെയാണ്.
അതിൻ്റെ അപ്പുറ സൈഡിലും കബനിയുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ചൂണ്ടയിടുന്ന ആളുകൾ. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അവരവിടെ ചൂണ്ടയിടും. ഇവിടെ നിന്ന് കാണുമ്പോൾ കബനീൻ്റെ വലിപ്പം കാണുന്നില്ലേ? ആണോ? ഇങ്ങനെയാണ്, ഇത്ര അടുത്താണ്. ഇതിലൊക്കെ നിറഞ്ഞൊഴുകാറുണ്ട് കബനി മഴക്കാലത്ത്. ഇതെല്ലാം തിണ്ടൊക്കെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകും. മരങ്ങളൊക്കെ ഇത് കബനിക്കിൻ്റെ അകത്തായി വരും. ഇത് ചേകാടിയിലെ പാടശേഖരങ്ങളാണ്. കൃഷി നടത്തുന്ന ഗ്രാമങ്ങൾ. ഗ്രാമത്തിൻ്റെ അങ്ങേക്കരയ്ക്ക് വലിയ വനമാണ്. ഇഞ്ചി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. കാട് കാണുന്ന കാട് തന്നെയാണ്. അവിടെ ഫെൻസിങ് ഉണ്ട്, സോളാർ ഫെൻസിങ്. ആന വരാതിരിക്കാൻ. അവിടുത്തെ ചെറിയ ആളുകളാണ്, കുറച്ച് വീടുകളുണ്ട്. ഒരു വനത്തിനകത്തുള്ള ഒരു ഗ്രാമമാണ്. അവരുടെ സോളാർ ഫെൻസിങ് ആണ്. അതുകൊണ്ടാണ് വേലിയിട്ടിരിക്കുന്നത്. കാടിനെ പ്രതിരോധിക്കുന്നു, ആന വരാതിരിക്കാൻ, കാട്ടുമൃഗങ്ങളൊക്കെ. ഈ ഗ്രാമം വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ എല്ലാവരും അതാണ് സോളാർ. ഇതിൽ നിന്ന് വരുന്ന കറണ്ട് കൊണ്ടാണ് ആ വേലി നിർമ്മിച്ചിരിക്കുന്നത്. സോളാർ വേലി. ഇഞ്ചി കൃഷി. വയലിൽ നെല്ലൊക്കിടുന്ന സമയമാണ് ചില സമയത്ത്. ഇപ്പോൾ ഇഞ്ചിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഒന്നും അല്ലാന്നുണ്ട്, വേറെ ഏതെങ്കിലും ആരോ ചെയ്യുന്നതാണ്. അവിടെയുള്ളൊരു വീട് കണ്ടു, പുല്ലൊക്കെ മേഞ്ഞിട്ട്. ഇങ്ങനെയാണ് പണ്ടത്തെ വീടുകൾ. ഇങ്ങനെയാണ് വയനാട്ടിലെ. പക്ഷേ വയനാട്ടിൽ നിന്നല്ല, കേരളത്തിൽ മൊത്തം അങ്ങനെ ആയിരിക്കണം. അവിടെ നിന്ന് നോക്കിയാൽ വയലിലേക്കുള്ള നല്ല വ്യൂ ഉണ്ട്. അതൊരു ഹോം സ്റ്റേ ആണ്. പക്ഷേ പഴയ വീടുകൾ എങ്ങനെയാണ് സത്യത്തിൽ വയനാട്ടിലെ പാടങ്ങൾ. വയലിൽ കൃഷി നാട്ടി എന്ന് പറയും. നാട്ടിക്കുള്ളവർക്കാണ് അവർ നടാൻ വേണ്ടിയിട്ടുള്ള ഇവിടെയൊക്കെ വതച്ചിരിക്കുന്നു. അത് പറിച്ച് നടാൻ വേണ്ടിയിട്ട്. ഗ്രാമങ്ങൾ, അതിൻ്റെ കാടും. ഗ്രാമം കഴിഞ്ഞ് കഴിയുമ്പോൾ കാടാണ് പിന്നെ വയലുകളും. ഗ്രാമം. ഇതൊരു ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ സൈഡിലൊരു ഉണ്ടോ ആളുകൾ ട്രീ ഹൗസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയായില്ല. ഇങ്ങനെ പോകാൻ നല്ല പാടാണ്, നല്ല ദൂരമുണ്ട്. ഇതൊക്കെ തമ്മിൽ ഒരുപാട് ദൂരങ്ങളുണ്ട്. ഇതൊക്കെ തമ്മിൽ കാട്ടിലെ കാടാണ് കേട്ടോ. മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല, എന്നാലും കാടല്ലേ. മൃഗങ്ങളും നിറഞ്ഞ മൃഗങ്ങളൊക്കെ, ആനയൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ നമുക്ക് മുമ്പിൽ പെട്ടില്ല, അതുകൊണ്ട് ഭാഗ്യം.